മെസ്സി കേരളത്തിൽ വരുമോ ഇല്ലയോ? അതാണ് ചോദ്യം. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന വിവാദത്തിൽ അന്വേഷണം രഹസ്യമായി നടന്നിരുന്നു എന്ന് കായിക മന്ത്രി OJ ജനീഷ്. രാജ്യത്തെ നിയമമനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മെസ്സി വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നത് ആയിരക്കണക്കിന് ഈ കായിക താരത്തെ, അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ആരാധകരാണ്. പക്ഷേ അത് ഉണ്ടായില്ല. കേരളത്തിലെ ഒരു പ്രമുഖ ചാനലാണ് അതിന് ചുക്കാൻ പിടിച്ചത്. അതിൻ്റെ മുതലാളിമാർ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര പോലെ മെസ്സി വരും മെസ്സി വരും മെസ്സി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അവരുടെ സ്റ്റാർ ആങ്കർ AR VR XR വീഡിയോ അടക്കം പുറത്തിറക്കിയിരുന്നു. മെസ്സി വരും എന്ന് ചൂണ്ടിക്കാട്ടി. മെസ്സിയുടെ സ്വീകരണം എവിടെയൊക്കെയാണെന്ന് പോലും നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കവലയിൽ മെസ്സി വന്നിറങ്ങി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് വരെ ഞങ്ങൾ സങ്കല്പിച്ചിരുന്നു. എന്തായാലും മെസ്സി വന്നില്ല. പക്ഷേ പണം വന്നു എന്നും അതിൽ ED അടക്കം അന്വേഷിക്കും എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വാർത്തയിലേക്ക്. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ നീക്കങ്ങളാണ് അന്വേഷണത്തിന് കാരണമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം രഹസ്യമായി നടന്നിരുന്നുവെന്ന് കായിക മന്ത്രി OJ ജനീഷ് വ്യക്തമാക്കി. അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടിലെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പറയാനില്ല എന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ രാജ്യത്തെ നിയമമനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കായിക മന്ത്രി വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ചില പരിശോധനകൾ നടത്തണമെന്നുള്ള, അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളിൽ കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നി. അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്രട്ടറിക്ക് അത്തരം നിർദ്ദേശം നൽകിയത്. അപ്പോൾ വകുപ്പിൻ്റെ കൈകളിൽ ലഭ്യമായിട്ടുള്ള ഫയലുകൾ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കൈമാറിയിട്ടുള്ളത്. അത് ഈ ഘട്ടത്തിൽ അത്രയും അതിനെപ്പറ്റി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരുന്നതിനുമപ്പുറം കേരളത്തിൽ നിന്ന് മെസ്സിമാരെ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.